ഓക്കെ ഡിയേഴ്സ്, നമ്മൾ കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക? ഹൗ ഡു വി ക്ലാസിഫൈ കോൺസണൻറ്റ് സൗണ്ട്സ്? ആൻഡ് ഇറ്റ് ഈസ് എൻ ഈസി ചാർട്ട് ഫോർ യു that I have prepared, and here there is a column voiceless and voiced in a single column, and then second column is for place of articulation and the third column is for manner of articulation. Place of articulation means where the sound is articulated, എവിടെയാണ് സ്ഥലം എന്നുള്ളതാണ്. Manner means how the sounds are articulated, ഏത് തരത്തിലാണ് സൗണ്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ വോയിസ്ലെസ് വോയിസ്ഡ് എന്നുള്ള കാറ്റഗറി. വോയിസ്ലെസ് മീൻസ് വൈബ്രേഷൻ ഇല്ലാത്തതിനെ വോയിസ്ലെസ്, വോക്കൽ കോഡ്സിന് വൈബ്രേഷൻ ഇല്ലാത്തതിനെ വോയിസ്ലെസ്സും വോക്കൽ കോഡ്സിന് വൈബ്രേഷൻ വരുന്നതിന് വോയിസ്ഡ് എന്ന് പറയും. അപ്പോൾ വോയിസ്ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് വോയിസ്ലെസ്സിൽ ദ പ ട് ക ഫ് ത സ് ഷ് വോയിസ്ഡ് ഇവിടെ കേട്ടോ ഈ സൈഡിൽ ഞാൻ എഴുതിയാൽ ബാക്കി അപ്പുറത്തെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബ ഡ ഗ വ ഥ സ് ഷ് അതിനും ഉപരിയായി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ ബ ട് ഡ ഖ ഗ ഫ വ ഥ ദ സ് സ് ഷ് ഴ് ഇതൊക്കെ പേഡായിട്ടുള്ള സൗണ്ടുകളാണ്. ഈ പേഡിലെ ഇനീഷ്യൽ സൗണ്ട് വോയിസ്ലെസ് ആയിരിക്കും, സെക്കൻഡ് സൗണ്ട് വോയിസ്ഡ് ആയിരിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇറ്റ് വിൽ ബി ഈസിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പ എന്ന് പറയുമ്പോൾ വോയിസ്ലെസ് ആണ്, വോയിസ്ലെസ് കാറ്റഗറിയിലാണ് പ. എവിടെയാണത്? ബൈലേബിളാണ്, രണ്ട് ചുണ്ടിലാണ്. പ്ലോസിൻ്റെ പ്രത്യേകത എന്താ? പ്ലോസീവ് സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു ടങ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ടങ് എവിടെയെങ്കിലും മുട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്ലോഷൻ സൗണ്ടിനെയാണ് പ്ലോസിവ്സ് എന്ന് പറയാം. ഓക്കെ, ഇത് ബൈലേബിയൽ പ്ലോസീവ് ആണ് പ. അതുപോലെ ഭ എന്നുള്ളത് വോയിസ്ഡ് ആയിട്ടുള്ളതിലാണ് വോയിസ്ഡ് ബൈലേബിയൽ പ്ലോസീവ്. ഇനി ട് എന്ന് പറയുമ്പോൾ എന്താണ്? ട് എന്നുള്ളത് വോയിസ്ലെസ് കാറ്റഗറിയിലാണ്, ഇനീഷ്യൽ സൗണ്ടാണ്. പ ബ ട് ഡ് ഓരോ പേരിൻ്റെ ഇനീഷ്യൽ സൗണ്ടാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ ഫോർ യു. സോ ജസ്റ്റ് തിങ്ക് ട് ഇസ് വോയിസ്ലെസ് ആൻഡ് ദെൻ ഡ് ഇസ് വോയിസ്ഡ്. ട് ഇസ് എവിടെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ടീത്ത് റിഡ്ജിൽ അല്ലെങ്കിൽ അൽവിയോളാറിലാണ്. അൽവിയോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്തിന് തൊട്ട് പിറകെയുള്ള ഭാഗമാണ്. നാവുകൊണ്ടൊന്ന് തുഴഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അൽവിയോളാറാണ്. ടേൺ ഡുവും അൽവിയോളാറാണ്. ട് വോയിസ്ലെസ്, ഡ് വോയിസ്ഡ്, രണ്ടും പ്ലോസീവിലാണ്. അവിടുന്ന് ഒരു പ്ലോഷൻ സൗണ്ടാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് പ്ലോസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഖ ഗ എന്നുള്ളത് ബാക്കാണ്, ബാക്കിലാണ് സംഭവിക്കുന്നത്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാക്കിലായതുകൊണ്ടാണ് വീലാർ സൗണ്ട് ആയത്. സോ ഇറ്റ് ഈസ് എ വീലാർ പ്ലോസീവ്, അവിടുന്ന് ഒരു പ്ലോഷനാണ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് എ പ്ലോസീവ് സൗണ്ട്. ആർ യു ക്ലിയർ? Yesterday I have given you the detail of voiced and voiceless and how do you understand how is bilabial sound articulated and what is a plosive sound, etc. So I'm just giving you a brief description only today. So ferv in next sound ferv voiceless ആണ്, ഓക്കെ, voiced ആണ്. അപ്പോൾ ഫ ബ എന്നുള്ളത് പറയുമ്പോൾ തന്നെ ലേബിയോ ഡെൻ്റലാണ്. ലേബിയോ ഡെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല്ലും ചുണ്ടുമാണ്. അപ്പർ ടീത്ത് ലോവർ ലിപ്പിലും മുട്ടുന്നുണ്ട് ഈ രണ്ട് സൗണ്ട് പറയുമ്പോൾ. അത് ഫ്രിക്ഷണൽ നോയ്സ് ഉള്ളത് കൊണ്ടാണ് ഫ്രിക്കറ്റീവ് എന്ന് പറയുന്നത്. ആരെ ക്ലിയർ? മനസ്സിലായി? അപ്പോൾ ലേബിയോ ഡെൻ്റൽ ഫ്രിക്കറ്റീവ് ആണ് ഈ ഫേവ്. ഇനി നോക്കാം ത എന്നുള്ളത് വോയിസ്ലെസ് ആണ്, ധ എന്നുള്ളത് വോയിസ്ഡ് ആണ്. രണ്ടും ഡെൻറ്റലാണ്. ഡെൻറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിപ്പ് ഓഫ് ദ ടങ് പല്ലിൽ തട്ടുന്നതുകൊണ്ടാണ് അതിനെ ഡെൻറ്റൽ എന്ന് വിളിക്കുന്നത് ഈ തേന്തവും പറയുമ്പോൾ. പക്ഷെ അതിൻ്റെ സൗണ്ട് എന്താണ്? ഫ്രിക്കറ്റീവ്. മാനർ എങ്ങനെയാണ്? മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ഫ്രിക്കറ്റീവ് മീൻസ് ഫ്രിക്ഷൻ, ഓഡിബിൾ ഫ്രിക്ഷൻ ഉള്ളതിനെയാണ് ഫ്രിക്കറ്റീവ് എന്ന് പറയാം. ഓക്കെ, അതായത് നല്ലോണം ഫോഴ്സിൽ വരികയും അതിൻ്റെ ആ ഒരു ശക്തിയോട് കൂടെയുള്ള ഫ്രിക്ഷണൽ നോയ്സ് നമുക്ക് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹിസ്സിങ് നോയ്സ്. ഇപ്പോൾ ഇനി നോക്കൂ, സ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ ഫ്രണ്ട് പോർഷൻ ടീത്ത് റിഡ്ജിൽ തട്ടുന്നുണ്ട്. ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ അൽവിയോളാർ റിഡ്ജ് അല്ലെങ്കിൽ അൽവിയോളാർ അല്ലെങ്കിൽ അൽവിയോളം എന്നൊക്കെ പറയും. ഓക്കെ, അൽവിയോളാറിൽ തട്ടുന്നുണ്ട്, അതുകൊണ്ട് അൽവിയോളാറാണ്. അവ ഫ്രിക്കറ്റീവ് ആണ്. കാരണം എന്താണ് ഫ്രിക്കറ്റീവ് സൗണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ നോയ്സ് അല്ലെങ്കിൽ ഹിസ്സിങ് നോയ്സ് ഉള്ളതാണ്. പാമ്പിൻ്റെ ഒരു അല്ലേ? അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ആ ഒരു ഹിസ്സിങ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഹിസ്സിങ് സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ നോയ്സ്, അല്ലെങ്കിൽ ആ ഒരു ഓഡിബിൾ ഫ്രിക്ഷൻ വരുന്നുണ്ട് അല്ലേ സൗണ്ട് വരുമ്പോൾ. ഓക്കെ, സോ ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് ഫ്രിക്കറ്റീവ് സൗണ്ട്. ആൻഡ് നൗ
ഷ ഴ ഷ ഴ ഷ ഴ ഷ ഇസ് അതായത് അൽവ്യൂളാറിൻ്റെ തൊട്ട് പിറകെയുള്ള ഭാഗം, അതായത് അൽവ്യൂളാർ എന്ന് പറഞ്ഞാൽ ടീത്ത് റിഡ്ജാണ്. അവിടെ നമുക്ക് റാ ഷേപ്പ് പോലെ തോന്നാം, ടീത്തിൻ്റെ തൊട്ട് പിറകെയുള്ള ഭാഗം. നാവ് കൊണ്ട് തുഴഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഏരിയ ഇസ് ഓൾസോ ദ സെയിം ലൈക്ക് പാലറ്റോ അൽവ്യൂളാറാണ് ഷെഴ്. എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? പാലറ്റ് അതായത് അൽവ്യൂളാറിൻ്റെ തൊട്ട് പിറകെയുള്ള ഭാഗം കാണാം, അവിടെയും ഒരു റാ ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു വളഞ്ഞ് ഈ ഒരു എന്തായാലും പറയാം ഇങ്ങനെ ഒരു നമുക്കൊരു സ്ട്രക്ചർ ഫീൽ ചെയ്യും ആ വായയുടെ ഉള്ളിൽ. അതിനെയാണ് നമ്മൾ ആ ഏരിയകളാണ് പോസ്റ്റ് അൽവ്യൂളാർ, പോസ്റ്റ് അൽവ്യൂളാർ, പിന്നെ പാലറ്റോ അൽവ്യൂളാർ വരുന്നത്. അങ്ങനെ 3 ഏരിയകൾ നമുക്ക് ഇവിടെ കാണാം. ആ മൂന്നാമത്തെ ഏരിയയാണ് ഈ പാലറ്റോ അൽവ്യൂളാർ. ഓക്കെ, പോസ്റ്റ് അൽവ്യൂളാർ കഴിഞ്ഞാൽ തൊട്ട് പിറകിലുള്ള ഭാഗം നാവുകൊണ്ട് തന്നെ ബാക്കിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഭാഗം പോസ്റ്റ് അൽവ്യൂളാർ. അത് കഴിഞ്ഞ് പാലറ്റോ അൽവ്യൂളാർ. ഓക്കെ, അവിടെയും നമുക്ക് ഇങ്ങനെ ഹാർഡ് പാലറ്റിൻ്റെ അടുത്തേക്ക് വരുന്നൊരു ഭാഗമാണ്, അതുകൊണ്ടാണ് പാലറ്റോ അൽവ്യൂളാർ. കാരണം അവിടെയും ഇങ്ങനെ ഒരു റാ ഷേപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഷെഴ് അതും എന്താണ് ഫ്രിക്കറ്റീവ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു ഫ്രിക്ഷണൽ നോയ്സ് ഉള്ളത് കൊണ്ട് ഫ്രിക്കറ്റീവ് സൗണ്ട്സ് ആണ്. ഓക്കെ, സോ ഷെഴ് ഷിപ്പ് ആൻഡ് ഫോർ മേജർ പ്ലേജർ എക്സെട്ര. ഇവിടെയും ഞാൻ പറയാം പ ഫോർ പെൻ, ബ ഫോർ ബാറ്റ്, ട് ഫോർ ടിൻ, ഡ ഫോർ ഡോഗ്, ക ഫോർ കൈറ്റ്, ഗ ഫോർ ഗൺ, ഫ ഫോർ ഫാൻ, വി ഫോർ വാൻ, ത ഫോർ തിൻ, ദ ഫോർ ദിസ്, സ ഫോർ സോ, സ ഫോർ സൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആ സൗണ്ടുകൾ മനസ്സിലാക്കാനായിട്ട് എക്സാമ്പിൾസ്. നൗ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് കാറ്റഗറി. അല്ല, ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് വോയിസ്ലെസ്, വോയിസ്ഡ്, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. നൗ ഇത് ഒരു ഈ ഒരൊറ്റ സൗണ്ട് ഗ്ലോട്ടൽ സൗണ്ട് ഒറ്റന്ന് ഇംഗ്ലീഷിലുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി ഗ്ലോട്ടൽ സൗണ്ട് ഇൻ ഇംഗ്ലീഷ്, ഫ്രിക്കറ്റീവ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഗ്ലോട്ടൽ ഫ്രിക്കറ്റീവ് ആണ്, അതും ഫ്രിക്കറ്റീവ് സൗണ്ടാണ്. ഹ ഇസ് ഓൾസോ ഫ്രിക്കറ്റീവ് സൗണ്ട്. ഹ ഫ്രിക്കറ്റീവ് അതായത് ഫ്രിക്ഷണൽ നോയ്സ് ഉള്ളതാണ് ഗ്ലോട്ടിസിൻ്റെ ഭാഗത്ത്. വാട്ട് യു മീൻ ബൈ ഗ്ലോട്ടൽ? ഗ്ലോട്ടിസിൻ്റെ ഭാഗം, അതായത് വോക്കൽ കോർഡ്സിൻ്റെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുക. ആ ഗ്ലോട്ടിസിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്ന് വരുന്ന സൗണ്ട് ആയതുകൊണ്ട് ഹ ഹ എന്ന് പറയുമ്പോൾ നമുക്ക് വി ക്യാൻ ഫീൽ ദ എയർ കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്ലോട്ടസ് ഏരിയ. സോ അവിടെ കംപ്ലീറ്റ് ടോട്ടൽ ക്ലോഷർ വരുന്നു, പെട്ടെന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഹ എന്നുള്ള സൗണ്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു എയറിൻ്റെ ഫ്ലഷ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സൗണ്ട്സ്. ച ആൻഡ് ജ, ച ആൻഡ് ജ. ച എന്ന് പറയുമ്പോൾ പാലറ്റോ അൽവ്യൂളാർ ആണ്. പാലറ്റോ അൽവ്യൂളാർ ആണ്, അതായത് എവിടെയാണ് ഈ പാലറ്റോ അൽവ്യൂളാർ? ഞാൻ നേരത്തെ പറഞ്ഞു പോസ്റ്റ് അൽവ്യൂളാർ. നമുക്ക് ആ ഈ ഷേപ്പ് ഇവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ ഷേപ്പിൻ്റെ തൊട്ടടുത്ത് ആ ഒരു ഏരിയ ഒന്ന് ഇത് ടീത്താണെന്നുണ്ട് വെക്കുക. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരിക്കും, പിന്നെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇത് പോസ്റ്റ് അൽവ്യൂളാർ, ഇത് അൽവ്യൂളാർ, ഇത് പോസ്റ്റ് അൽവ്യൂളാർ, ഇത് പാലറ്റോ അൽവ്യൂളാർ. അങ്ങനെ പിന്നെ ഹാർഡ് പാലറ്റ്, പിന്നെ അങ്ങനെ ഹാർഡായിട്ടുള്ളൊരു ഏരിയ അത് ഹാർഡ് പാലറ്റ്, പിന്നെ ഇങ്ങോട്ട് സോഫ്റ്റ് പാലറ്റ്. ഇങ്ങനെയാണ് റൂഫ് ഓഫ് ദ മൗത്ത്. ഓക്കെ, ടങ്ങിന് എന്താ നമുക്ക് ഇങ്ങനെ ടങ്ങിനെ ഡിവൈഡ് ചെയ്തു. ഇത് ടിപ്പ്, ഇത് ബ്ലേഡ്, ഇത് ടിപ്പ്, ഇത് ബ്ലേഡ്, ഇത് ഫ്രണ്ട്, ഇങ്ങോട്ട് ബാക്ക്, ഇതിൻ്റെ ഈ ഏരിയയിൽ സെൻറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ടങ്ങിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ച ആൻഡ് എന്ന് പറയുമ്പോൾ പാലറ്റോ അൽവ്യൂളാർ ആണ്, അഫ്രിക്കറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലോഷർ നടക്കുന്നുണ്ട്. ദർ ഇസ് എ കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് slow release. It is a slow release. While articulating the sound ch and j, it is a slow release. That's why it is an affricate. Okay, and there is a it can be considered as an affricate because there is an audible friction. Or audible friction നമുക്ക് കേൾക്കുന്നുണ്ട്. A frictional noise. We can hear a frictional noise while articulating the sound ch and j. So that's why they are known as an affricate, because while articulating the affricate sounds, it is a complete closure happening at initial, and then we see it is a release is slow and an audible friction is heard. So that's why it is affricate sound. It is called as an affricate sound, ch or j. Okay, അപ്പോൾ അത് പാലറ്റോ അൽവ്യൂളാറിലാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞു പാലറ്റോ അൽവ്യൂളാർ എന്താണ്. നൗ കമ്മിങ് ടു
മ ന ങ ആർ പെയർഡ് ബിക്കോസ് ദേ ആർ നേസൽ സൗണ്ട്സ്. നേസൽ സൗണ്ടുകളാണ്, 3 നേസലാണ്. ഒന്ന് മ എന്നുള്ളത് ബൈലേബിയലാണ്, ബൈലേബിയൽ സൗണ്ടാണ് മ എന്നുള്ളത്. മ ഇസ് ബൈലേബിയൽ, കാരണം മ എന്ന് പറയുമ്പോൾ 2 ചുണ്ടുകളാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, മ. ആൻഡ് ന എന്ന് പറയുമ്പോൾ ടിപ്പ് ഓഫ് ദ ടങ് ഇസ് റേസ് ടുവേർഡ്സ് അൽവ്യൂളർ. എവിടെ ഈ അൽവ്യൂളർ ഞാൻ പറഞ്ഞു, ടീത്ത് റിഡ്ജിൻ്റെ തൊട്ട്, അതായത് പല്ലിൻ്റെ തൊട്ട് പുറകെയുള്ള ഭാഗം, അവിടെ ടിപ്പ് ഓഫ് ദ ടങ് ഇസ് റേസ്ഡ്. ആൻഡ് ങ മീൻസ് വീലം. വീലം മീൻസ് വീല സൗണ്ട് എന്ന് പറയാനുള്ള കാരണം ബാക്ക് ഓഫ് ദ ടങ് ആണ്. ടങ് ബാക്കിലേക്ക്, റൂഫ് ഓഫ് ദ മൗത്തിൻ്റെ ബാക്കിലേക്കാണ് അവിടുന്ന് സൗണ്ട് തട്ടുമ്പോഴാണ് ഈ സൗണ്ട് വരുന്നത് ങ എന്ന്. സോ ഇഫ് വി ക്ലോസ് our nose we can understand the sound are nasal sounds. Okay, only nasal sounds are in English are m, n, ng. Okay, 3 nasal sounds are there in English. They are m, n, ng. And now coming to y, v, lir. ഇത് y, v can be considered as a pair because they are semi vowels. y, v എന്നുള്ളത് paired ആണ്, നമുക്ക് സെമി വവൽ ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് ഈ മ ന ദീസ് നേസൽ സൗണ്ട്സ്, അതായത് ഈ മ ന ഒക്കെ എന്താണ്, വോയിസ്ഡ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതിയിട്ടുള്ളത് യ, വ, ല, ർ എല്ലാം വോയിസ്ഡ് ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. ഹ എന്നുള്ളത് വോയിസ്ലെസ്സിലും വോയിസ്ഡിലും പെടും. ഓക്കെ, ഇറ്റ്സ് ക്യാൻ ബി കൺസിഡർ ആസ് വോയിസ്ലെസ് ആൻഡ് വോയിസ്ഡ്. ഓക്കെ, അതായത് ഹ എന്നുള്ളത് ശരിക്കും വോയിസ് ആണോ വോയിസ്ലെസ് ആണോ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടിലും അത് പെടുത്താം. ഓക്കെ, നൗ മൂവിങ് ടു ദ സെയിം പോർഷൻ. യ, വ ആർ സെമി വവൽസ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് സെമി വവൽ, എന്തുകൊണ്ടാണ് സെമി വവൽ എന്ന് വിളിക്കാനുള്ള കാരണം. യ ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ഇ ആൻഡ് വ ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ഉ. ഉ എന്നുള്ള സൗണ്ടിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് വാച്ച്. ഓക്കെ, യൂണിവേഴ്സിറ്റി കണ്ടോ, അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ പാലറ്റൽ സൗണ്ടാണ്, ദാറ്റ് മീൻസ് ഹാർഡ് പാലറ്റിലുള്ള സൗണ്ടാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടങ്ങിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഏരിയയെ ഫ്രണ്ടായി കണക്കാക്കരുത് കേട്ടോ, ഇത് ടിപ്പാണ്. ദിസ് ഇസ് ദ ടിപ്പ്. ഓക്കെ, ഈ ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്, നാവിൻ്റെ ഫ്രണ്ട്. ഇവിടെ ബ്ലേഡാണ്. ഈ ഇങ്ങോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ സെൻറ്ററാണ്. ഈ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാക്കാണ്. അപ്പോൾ ഒരിക്കലും നാവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ടായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. ദിസ് ഇസ് എ ടിപ്പ്. ഓക്കെ, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് പുറകിലേക്ക് നല്ലോണം പോയി കഴിഞ്ഞാലാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്. Okay, so now y and v are semi-vowels. Y is considered as a semi-vowel because it starts from the sound e, and v is considered as a semi-vowel because it starts from the sound u. Okay, we have a feel from the sound that these sounds are coming from the e and u. Okay, and palatal sound എന്ന് പറയുന്നത് ഹാർഡ് പാലറ്റലാണ്, അതുകൊണ്ടാണ് ഈ പാലറ്റൽ എന്ന് പറയുന്നത്. V means bilabial. V is a bilabial sound because രണ്ട് ലിപ്പാണ്. വാച്ച് എന്ന് പറയുമ്പോൾ ലിപ്പ് റൗണ്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സിമിലർ ആസ് ദിസ് v. ഓക്കെ, ഈ v ആയിട്ടുള്ള സിമിലറിറ്റി ഇല്ല. ഈ രണ്ടും കൂടി എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം ദിസ് ഇസ് ഫോർ വാൻ ആൻഡ് ദിസ് v ഫോർ വാച്ച്. ഓക്കെ, ഈ v എന്നുള്ളത് വാച്ചാണ്. ഓക്കെ, അപ്പോൾ ലിപ്പ് റൗണ്ട് ചെയ്യും. സോ ദിസ് ഇസ് എ ബൈലേബിയൽ ആൻഡ് ഇറ്റ് ഇസ് എ സെമി വവൽ. ഓക്കെ, നൗ L means L sound is only lateral sound in English. അപ്പോൾ ഈ L എന്ന് പറയുമ്പോൾ അൽവ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പോർഷനാണ്? ഈ അൽവ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ടിപ്പ് ഓഫ് ദ ടങ് എവിടേക്ക് റേസ് ചെയ്യുന്നു? റൂഫ് ഓഫ് ദ മൗത്തിൻ്റെ ടീത്ത് റിജിലേക്ക് റേസ് ചെയ്യുന്നു. സോ ദ ടീത്ത് അവിടെയാണ് നമുക്ക് ആ സൗണ്ട് പോയിന്റ് വരുന്നത്, ദ പോയിന്റ് ഓഫ് ആർട്ടിക്കുലേഷൻ ഓർ ദ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. ആൻഡ് ദെൻ L is lateral sound. ഓക്കെ, ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടിപ്പ് അവിടെ മാത്രം തട്ടുന്നു, എന്നിട്ട് പിന്നെ എയർ സൈഡിൽ കൂടെ പാസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ലാറ്ററൽ. ഓക്കെ, ഫ്രം ദ സൈഡ്സ് ഓഫ് ദ ടങ് ദി എയർ ഇസ് ഫ്ലോയിങ് സ്മൂത്ത്ലി. ദർ ഇസ് എൻ ഒബ്സ്ട്രക്ഷൻ ഓഫ് എയർ at the tip when the tip of the tongue is raised towards the alveolar position. And now moving to the last sound r. ന് കുറേ എക്സ്പ്ലനേഷൻസ് പറയാനുണ്ട്. ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പോസ്റ്റ് അൽവ്യൂളർ ആണ്, ഫ്രിക്ഷണലിസ് കണ്ടിന്യൂൺ ആണ്. ഇത് പോസ്റ്റ് അൽവ്യൂളറിലാണ്. ഞാൻ നേരത്തെ പോസ്റ്റ് അൽവ്യൂളർ കാണിച്ചു തന്നു. ഇത് പല്ലാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഏരിയ അൽവ്യൂളർ,
അല്ലെങ്കിൽ ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ അൽവ്യൂളം എന്നൊക്കെ പറയും. അതിൻ്റെ തൊട്ട് പിറകെയുള്ള ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ് പോസ്റ്റ് അൽവ്യോളാർ. അത് കഴിഞ്ഞിട്ടുള്ള പാലറ്റോ. അപ്പോൾ നമുക്ക് ഇതാണ് പോസ്റ്റ് അൽവ്യോളാർ. റ് എന്നുള്ള സൗണ്ട് ഇവിടെയാണ് വരിക. ദി ഓൺലി പോസ്റ്റ് അൽവ്യോളാർ സൗണ്ട് ഇൻ ഇംഗ്ലീഷ് ഇസ് റ്. അപ്പോൾ പോസ്റ്റ് അൽവ്യോളാർ ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻ്റ് ആണ്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻ്റ്? ഇറ്റ് ഈസ് നോൺ ആസ് എ ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻ്റ് ബിക്കോസ് there is no audible friction heard, and it is a continuous sound when the tongue is touching the roof of the mouth. It is a continuous sound. It is not suddenly happening and going. It is continuous. The r, okay, or r in the touch ഇത് ഇങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൗണ്ടാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻ. ആൻഡ് ആറിന് 2 കാറ്റഗറി ഉണ്ട്. പറഞ്ഞു തരാം എന്താണ്. അതായത് ട്രിൽ ആൻഡ് റോള്, ഫ്ലാപ്പ് ആൻഡ് ടാപ്പ്. ട്രിൽ ആൻഡ് റോൾ എന്ന് പറയുമ്പോൾ റ് എന്ന് പറയുമ്പോൾ ട്രിൽ ആൻഡ് റോൾ. ഓക്കെ, അതായത് റ് എന്നുള്ളത് ആക്ച്വലി ഇങ്ങനെ ഇത് നാവിങ്ങനെ തട്ടി നാവ് 2 പ്രാവശ്യം ഒന്ന് അതിലേക്ക് തട്ടുന്ന സമയത്ത് പറയുന്നതിനെയാണ് ട്രിൽ അല്ലെങ്കിൽ റോൾ എന്നൊക്കെ പറയുന്നത്. നാവ് ഒന്ന് റോൾ ചെയ്യും. ഡ്രിൽ എന്നൊക്കെ പറയുമ്പോൾ നാവ് ഒന്ന് റോൾ ചെയ്തിട്ടല്ലേ നമുക്ക് കാണുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഫ്ലാപ്പ് 1 പ്രാവശ്യം മാത്രം. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഡിഫറൻസ്? ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വൈൽ ആർട്ടിക്കുലേറ്റിംഗ് ബ്രൈറ്റ് ആൻഡ് ഡ്രിൽ. ഡ്രിൽ എന്ന് പറയുമ്പോഴും ബ്രൈറ്റ് എന്ന് പറയുമ്പോഴും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇറ്റ് ഇസ് ദ വൈബ്രേഷൻ ഓഫ് ദ ടങ്, അതല്ലെങ്കിൽ ടാപ്പിംഗ് ഓഫ് ദ ടങ്. വൈബ്രേഷനെക്കാട്ടിലും നല്ലത് ദ ടാപ്പിംഗ് ഓഫ് ദ ടങ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് സൗണ്ട്സിൻ്റെ എക്സ്പ്ലനേഷൻ, എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദ കോൺസ്റ്റൻറ്റ് സൗണ്ട്സ്. പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷന് വേറെ ഒരു പേരാണ് പോയിന്റ് ഓഫ് ആർട്ടിക്കുലേഷൻ. എന്താണ്? പോയിന്റ്. ഓക്കെ, പോയിന്റ് ഓഫ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് സൗണ്ട്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദിസ് ഇസ് എ ചാർട്ട് ഐ ഹാവ് ഗിവൻ യു.